വേണു ഇവിടെ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. പക്ഷേ വേണു 10-15 കൊല്ലം ഇവിടെ MP ആയതുകൊണ്ട് ഇപ്പോൾ YMCA എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആലപ്പുഴ ഹൃദയഭാഗത്താണ് YMCA എന്ന് പറയാം. ശോഭ 1 കൊല്ലം മുമ്പ് വന്നിരുന്നത് ശോഭ നല്ല ഒരു കഴിവുള്ള സ്ത്രീ തന്നെയാണ്. പക്ഷേ നേരത്തെ വരണമായിരുന്നു. BJP വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുന്നത് ഇപ്പോൾ BJP നിന്ന് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുന്നത്. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കാണുന്നുള്ളൂ നമ്മളിവിടെ. ആരിഫ് ഇപ്പോൾ കഴിഞ്ഞ MP ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയ മോശമല്ലെങ്കിൽ പോലും KCയോട് ആലപ്പുഴ ജനതയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു KC ജയിക്കുമെന്നുള്ളത്. ഒരേ ഫൈറ്റ് ആയിരിക്കും. 3 പാർട്ടികളും ഒരേ രീതിയിൽ ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്യും. ആരിഫ് പോരാ, വേണുവാന്റെ മുന്നേ ആരിഫ് ഒന്നുമല്ല. ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചാരണ ചൂട് കനക്കുകയാണ്. LDF സ്ഥാനാർത്ഥി AM ആരിഫും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും റോഡ് ഷോകളിലൂടെ മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പ്രമുഖരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ സജീവമാവുകയാണ്. കമ്മ്യൂണിസത്തിന്റെ കേരളത്തിലെ മാതൃഭൂമി കണ്ണൂരാണെങ്കിൽ അതിലും ഒരു പതിറ്റാണ്ട് മുൻപ് സംഘടിത തൊഴിലാളി വർഗം അതിന്റെ ശക്തി കാണിച്ച പ്രദേശമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലടങ്ങിയിരിക്കുന്ന പല പ്രദേശങ്ങളും. എന്നിരുന്നാലും UDFന്റെ KC വേണുഗോപാലും NDAയിൽ നിന്നും ശോഭാ സുരേന്ദ്രനും എതിർഭാഗത്ത് നിൽക്കുമ്പോൾ മത്സരം കട്ടയ്ക്ക് കട്ടയ്ക്കാകും എന്നതിൽ തർക്കമില്ല. ജനങ്ങൾക്കിടയിൽ ഇവരിൽ ആർക്കാണ് മുൻതൂക്കം? നമുക്ക് ആലപ്പുഴയിലെ തന്നെ ജനങ്ങളോട് ചോദിച്ചറിയാം. വേണുഗോപാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരിഫ് പോരാ, വേണുഗോപാലിൻ്റെ മുന്നേ ആരിഫ് ഒന്നുമല്ല. കാരണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂളും അല്ലാത്ത അംഗനവാടി ഇതെല്ലാം പാർട്ടി നോക്കാതെ പുള്ളിക്കാരൻ എല്ലാം ചെയ്യും. അതാണ് പുള്ളിക്കാരൻ എല്ലാവരും നല്ല സഹകരണമാണ്. ഒരേ ഫൈറ്റ് ആയിരിക്കും. 3 പാർട്ടികളും ഒരേ രീതിയിൽ ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്യും. പിന്നെ സാധ്യത ഒന്നും പറയാൻ സാധിക്കത്തില്ല. പിന്നെ ചിലർക്ക് ചില കൺസെപ്റ്റുകളുണ്ട്, ഇന്നവർ ജയിക്കുമെന്ന്, അത് മാത്രമേ പറയാൻ പറ്റൂ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എവിടാണ് ആലപ്പുഴ എന്ന് അറിയാൻ പാടില്ല. പാലക്കാട്ടുകാരി ഇവിടെ വന്ന് 10 ദിവസം കൊണ്ട് ആലപ്പുഴ പഠിക്കാൻ പോലും പറ്റത്തില്ല. YMCA എവിടെയാണെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ അറിയാൻ പറ്റും. വേണു ഇവിടെ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. പക്ഷേ വേണു 10-15 കൊല്ലം ഇവിടെ MP ആയതുകൊണ്ട് ഇപ്പോൾ YMCA എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആലപ്പുഴ ഹൃദയഭാഗത്താണ് YMCA എന്ന് പറയാം. ശോഭ 1 കൊല്ലം മുമ്പ് വന്നിരുന്നത് ശോഭ നല്ല ഒരു കഴിവുള്ള സ്ത്രീ തന്നെയാണ്. പക്ഷേ നേരത്തെ വരണമായിരുന്നു. KC കൂടുതൽ നമ്മളിങ്ങനെ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു KCക്ക് ഒരു ഇമേജ് ഉണ്ട്, അത്രേ പറഞ്ഞുള്ളൂ. KC ഒരു സമ്മതനായ ഒരു നേതാവാണ്. ആരിഫ് ഇപ്പോൾ കഴിഞ്ഞ MP ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയ മോശമല്ലെങ്കിൽ പോലും KCയോട് ആലപ്പുഴ ജനതയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു KC ജയിക്കുമെന്നുള്ളത്. ഞാൻ KCക്കാണ് വോട്ട് ചെയ്യുന്നത്. മിക്കവാറും BJP കയറും കേരളത്തിൽ. BJP വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുന്നത് ഇപ്പോൾ BJP നിന്ന് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുന്നത്. അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കാണുന്നുള്ളൂ നമ്മളിവിടെ. ഇല്ലാണ്ട് ഈ പറയപ്പെട്ട 2 കൂട്ടരെ കൊണ്ട് ഒരു ഗുണവും നമ്മൾ കണ്ടിട്ടില്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.